ിലേക്ക് സ്വാഗതം. നമ്മൾ കോറിലേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോറിലേഷൻ്റെ മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ എന്താണ് കോറിലേഷൻ എന്നും എത്ര തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട് എന്നൊക്കെയും പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കോറിലേഷൻ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ളത് പഠിച്ചു. മെഷർ ചെയ്യാൻ പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡും അതുപോലെ തന്നെ ഓൾജിബ്രിക് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രാഫിക്കൽ മെത്തേഡ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഓൾജിബ്രിക് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ ആണ്. അപ്പോൾ ഓൾജിബ്രിക് മെത്തേഡ് നോക്കുകയാണെങ്കിലും നമുക്ക് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ ആണ് നോക്കുന്നത് ഓൾജിബ്രിക് മെത്തേഡിൽ. ബാക്കിയുള്ള വീഡിയോസിൽ ഇനി വരുന്ന അടുത്ത മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ കാൾ പിയേഴ്സണിലേക്ക് എത്തുന്നതിന് മുമ്പ് വി നീഡ് ടു നോ വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അല്ലേ. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് എന്താണെന്നറിയണം. അപ്പോൾ അണ്ടർ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ദി കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ഇസ് സ്റ്റഡിഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ. ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. അത് നമുക്കൊരു അപ്രോപ്രിയേറ്റ് ഫോർമുല വെച്ചിട്ടുണ്ട്. അതായത് കാൾ പിയേഴ്സൺസ് ഫോർമുലയോ അല്ലെങ്കിൽ സ്പിയർമാൻസ് ഫോർമുലയോ ഏതോ ആയിക്കോട്ടെ, അത് ഏതാണോ ഫോർമുല ആ അപ്രോപ്രിയേറ്റ് ഫോർമുല വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഒരു ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ബോത്ത് ദി ഡയറക്ഷൻ ആസ് വെൽ ആസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്സ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. അപ്പം ഏത് രീതിയിൽ, ഏത് ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, എത്രത്തോളം ഡീപ്പ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കോറിലേഷൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഓൾജിബ്രിക് മെത്തേഡിൽ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഒന്ന് ദി ഡയറക്ഷൻ ഓഫ് ദി കോറിലേഷൻ ആസ് വെൽ ആസ് ദി സ്ട്രെങ്ത് ഓഫ് ദി കോറിലേഷൻ. അതായത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പും സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പും നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോറിലേഷൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമ്മളിതിനെ പ്രോഡക്റ്റ് കോറിലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇനി എന്താണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്? ശരിക്കും കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റേഷ്യോ ആണ്. റേഷ്യോ ബിറ്റ്വീൻ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 1 ബൈ n ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം കേട്ടോ. റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നും നമുക്ക് എഴുതാം, അണ്ടർ റൂട്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് അത് തന്നെയാണ്, അതേ ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ. ഇനി ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ കാൾ പിയേഴ്സൺസ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ടാണ്. സ്മോൾ ലെറ്റർ ആർ. ഇനി ഈ ഒരു ഫോർമുല തന്നെ പല രീതിയിൽ പല ഡിനോട്ടേഷൻസിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കിത് എഴുതാൻ പറ്റും. ആ ഫോർമുലാസ് എല്ലാം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നെറ്റ് എക്സാമിനോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാമിനോ ഇതിലേതെങ്കിലും ഒരു ഫോർമുല തന്നിട്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചെന്ന് വരാം. ഒരു 3-4 ഡിഫറെൻറ്റ് ഫോർമുല തന്നിട്ട് ഇതിനകത്തുനിന്ന് ശരിയായിട്ടുള്ള കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു പോരാം. അപ്പം ഇത് എല്ലാം തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയും അത് പഠിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഫസ്റ്റത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, ഇവിടെ പോയി കാണുന്നത്.
ഓക്കെ, ദിസ് എബോവ് ഫോർമുല ക്യാൻ ബി represented in the following forms. താഴെ കാണുന്ന ഒരു 5 രീതിയിൽ നമുക്ക് ഈ ഫോർമുലനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ആർ ഇക്വൽ ടു എൻ ഇൻറ്റു എക്സ് വൈ, എൻ ഇൻറ്റു എക്സ് വൈ, സിഗ്മ എക്സ് ഇൻറ്റു വൈ, സോറി, എൻ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ multiplied by root of n into sigma y square minus sigma y the whole square. ഓക്കെ, ഈ സെയിം ഫോമുല തന്നെ വേറെ രീതിയിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ആർ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് വേർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ആൻഡ് വൈ ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, അപ്പം ഇവിടെ എക്സും വൈയും എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഇക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ ആയിട്ടും, അതായത് ആ ഡീവിയേഷൻ സെൻറ്ററിൽ അതിൻ്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ അവിടെ ആക്ച്വൽ മീനാണ് എടുക്കുക കേട്ടോ, ആക്ച്വൽ മീൻ, അല്ലാതെ അസ്യൂംഡ് മീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. ആക്ച്വൽ മീനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ, അതുപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് നോക്കുക. ആർ ഇക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ, ഇവിടെ ദെൻ കംസ് ആർ ഇക്വൽ ടു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് sigma x square minus sigma x whole square divided by n into root of sigma y square minus sigma y the whole square divided by n. അല്ലേ, അങ്ങനെ ഏറ്റവും അവസാനത്തെ ഫോർമുലയിലേക്ക് വരികയാണ്. കുറച്ചും കൂടി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫോർമുല ആയിരിക്കും. വേർ വി ആർ ടേക്കിംഗ് ദി ഡീവിയേഷൻസ്, റൈറ്റ്. ആക്ച്വൽ മീൻ എന്നുള്ള ഡീവിയേഷൻ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്, റൈറ്റ്. ഇവിടെ വരുമ്പോൾ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും രീതിയിൽ, ഈ 5 രീതിയിലും നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫോർമുലയിലെ മാറ്റി മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ഫോർമുല വന്നാലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടണം. ഓക്കെ, നൗ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഡിഗ്രിയും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും അറിയാനായിട്ട്, കോറിലേഷൻ്റെ ഡിഗ്രിയും അതിൻ്റെ ഡയറക്ഷനും അറിയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു, അല്ലേ? എന്നാൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷന് എന്തുണ്ട്? കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, കാരണം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലാതെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു വരില്ല, ഒരു പ്രോബ്ലം തന്നിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചൊന്നും വരില്ല. പക്ഷേ ഇത്തരം പ്രോപ്പർട്ടീസിനെല്ലാം തന്നെ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് പഠിക്കുമ്പം, നിങ്ങൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പം ആ ടോപ്പിക്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ -1നും +1നും ഇടയിലായിരിക്കും എന്ത് കിടക്കുന്നത്? ഇതിൻ്റെ വാല്യൂ കിടക്കുന്നത്. അത് വിട്ടിട്ട് നമുക്കൊരു വാല്യൂ കിട്ടുകയാണെന്ന് വിചാരിക്കാം. അതായത് -1ന് താഴെയും +1ന് മുകളിലോട്ടുള്ള എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കാൽക്കുലേഷൻ തെറ്റാണെന്നും അത് എവിടെയോ പാകപ്പിഴ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ആറിൻ്റെ വാല്യൂ എന്തിൽ നിന്നും മാറില്ല. -1നും +1നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും, അതല്ലാതെ വേറൊരു വാല്യൂ കിട്ടത്തില്ല. ഇറ്റ് ഈസ് പ്യുവർ ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ്സ്. അതായത് ഒരു പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഹൈറ്റും അതുപോലെ തന്നെ അയാളുടെ വെയിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരുപക്ഷെ കോറിലേഷനിലുള്ള പഠിക്കുന്നുണ്ടാവുക, റൈറ്റ്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് kgയിലും പിന്നെ ഒന്ന് ഒരുപക്ഷെ നമുക്ക് ഫീറ്റിലോ അല്ലെങ്കിൽ ഇഞ്ചസിലൊക്കെ ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക, യൂണിറ്റ്സ് എടുത്തിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് എന്താണ്? R എന്ന് പറഞ്ഞ് കോറിലേഷൻ്റെ ഒരു മെഷർമെൻറ്റ്, കോറിലേഷൻ കോഎഫിഷ്യൻ നമുക്ക് കിട്ടുമ്പോൾ അതെന്താണ്? അത് പ്യുവർ ന്യൂമറിക്കൽ ടേം ആണ്. അതിനകത്ത് എന്തില്ല? യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഇല്ല. യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഇസ് നോട്ട് ദർ. ഓക്കെ, അടുത്തത്
ഇത് ആക്ച്വലി മൂന്നാമത്തെയാണ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് റെഫറൻസ് ടു ദി ചേഞ്ച് ഓഫ് ഒറിജിൻ ഓർ ചേഞ്ച് ഓഫ് സ്കെയിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ വാല്യൂസിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ പറയുന്ന റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊരു ഒരു ഒരു ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഞാൻ പറഞ്ഞു റേഷ്യോ ആണ്, റേഷ്യോ ബിറ്റ്വീൻ കോവേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനോ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിലിലോ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 10 100 to 120 അതുപോലെ തന്നെ 150 എന്ന് പറയുന്ന വാല്യൂസിൻ്റെ ഒറിജിൻ മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂസ് മാറ്റിയിട്ട് ഇതിനെല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് 100 കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എന്തായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇത് 0 ഇത് 20യും ഇത് 50 ആയിട്ട് നമുക്ക് എഴുതാം, റൈറ്റ്. ഇങ്ങനെ എഴുതിയാൽ പോലും ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ച വാല്യൂസ് വെച്ചുകൊണ്ട് കോറിലേഷൻ കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള കോറിലേഷൻ തന്നെയായിരിക്കും. സോ ആ കോറിലേഷൻ ഒരിക്കലും ഇതിൻ്റെ ഒറിജിൻ മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ സ്കെയിൽ മാറിയതുകൊണ്ടോ എന്ത് മാറുന്നില്ല, കോറിലേഷൻ്റെ വാല്യൂ മാറത്തില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇറ്റ് ഈസ് ജിയോമെട്രിക് മീൻ ഓഫ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ്. എന്ന് പറഞ്ഞാൽ കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് BXY ഇൻറ്റു BYX. ഓക്കെ, അപ്പോൾ 2 റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ ജോമെട്രിക് മീൻ ആണ് എന്ത്, കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. എന്തും തമ്മിലുള്ള അസോസിയേഷനാണ്, അല്ലെങ്കിൽ കോറിലേഷനും അതുപോലെ തന്നെ റിഗ്രഷൻ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് എ വെൽ ഡിഫൈൻഡ് ഫോർമുല. ഇതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫോർമുല ഉണ്ടെന്നുള്ളത് പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ വൈ ആൻഡ് എക്സ് ആർ സെയിം, റൈറ്റ്. Now this type of things is very important. അതായത് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നമ്പേഴ്സ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. നമ്പറിങ്ങിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്പേഴ്സ് ഇഗ്നോർ ചെയ്യുക കേട്ടോ. സോ ദിസ് വിൽ ബി 1, ദിസ് ഇസ് 2, 3. ഓക്കെ, സോ ഇത് 4ാമത്തെ പോയിൻറ്റും ഇത് 5ാമത്തെ പോയിൻറ്റും ആയിരിക്കും, ഇത് 6ാമത്തെ പോയിൻ്റ്. ഓക്കെ, അങ്ങനെ 6 പോയിൻ്റാണ് ഉള്ളത്. ഓക്കെ, നൗ വി വിൽ ബി മൂവിങ് ഓൺ ടു പ്രോബ്ലം and we will see what happens. പ്രോബ്ലം എത്രയേ ഉള്ളൂ. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നിങ്ങൾ നോക്കുക, എക്സും വൈ വാല്യൂസ് വന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂസ് 1, 3, 5, 8, 9, 10. വൈയുടെ വാല്യൂസ് 3, 4, 8, 10, 12, 11. സോ നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഫോർമുലയിൽ, റൈറ്റ്, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് ഫോളോ ചെയ്യാൻ പോകുന്ന ഫോർമുല അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വി നീഡ് ടു കാൽക്കുലേറ്റ് ഇറ്റ് യൂസിങ് ദിസ് ഫോർമുല. ഇറ്റ് ഈസ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ root of sigma x minus x bar square into y minus y bar sigma y minus y bar square. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് വേണം, വൈയുടെ വാല്യൂസ് വേണം, അതുപോലെ തന്നെ എക്സ് ബാർ എന്താണെന്ന് അറിയണം, വൈ ബാർ എന്താണെന്ന് അറിയണം അല്ലേ. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യാനായിട്ട്, വൈ മൈനസ് വൈ ബാർ ചെയ്യാനായിട്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ടേബിള് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഈ ടേബിളിനകത്ത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്.
എക്സിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ 36 ആണ്. വൈയുടെ വാല്യൂസ് അതിൻ്റെ ടോട്ടൽ 48 ആണ്. എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 36 ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 ഉള്ളത്. സോ 36 ഡിവൈഡ് ബൈ 6 ഇറ്റ് വിൽ ബി 6, റൈറ്റ്. അങ്ങനെ ഈ ഓരോ വാല്യൂവിൽ നിന്നും 6 മൈനസ് ചെയ്യുന്നതാണ് ഈ ഒരു കോളത്തിൽ വരുന്ന വാല്യൂസ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ 1 മൈനസ് 6, അതാണ് -5. ഇവിടെ വരുമ്പോൾ എന്താണ് 3 മൈനസ് 6, ഇതാണ് -3. ഇവിടെ വരുമ്പോൾ 5 മൈനസ് 6 -1 8 മൈനസ് 6 9 മൈനസ് 6 10 മൈനസ് 6. അങ്ങനെ അതിൻ്റെ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡീവിയേഷൻസ് എഴുതി വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തെടുക്കുന്നു, വൈ ബാർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്തിരുന്നു. 48 ഡിവൈഡഡ് ബൈ 6 ആണ്. 48 ആണ് ടോട്ടൽ. ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ വൈ എന്ന് പറയുന്ന വാല്യൂസിൽ നിന്നും ഈ 8 അല്ലേ മാറ്റണം. അപ്പം 3 മൈനസ് 8, അതാണ് നമുക്കിവിടെ 5. 3 മൈനസ് 4 മൈനസ് 8, അതാണ് നമുക്കിവിടെ -4, റൈറ്റ്. പിന്നെ 8 മൈനസ് 8 0 ആണ്. 10 മൈനസ് 8 2 ആണ്. 12 മൈനസ് 8 4 ആണ്. 11 മൈനസ് 8 3, റൈറ്റ്. സോ അങ്ങനെ നമുക്ക് വൈ മൈനസ് വൈ ബാറും കിട്ടി. ഇത് കഴിഞ്ഞ് നമുക്ക് എന്താണ് നമ്മൾ നേരത്തെ പറയുന്നത്, വി നീഡ് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ദെൻ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ, റൈറ്റ്. അപ്പം അതിൻ്റെ വാല്യൂസ് നമുക്ക് അതിൻ്റെ സമ്മ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 64. അതുപോലെ തന്നെ സം ഓഫ് വൈ മൈനസ് വൈ ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 70, റൈറ്റ്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇവിടെ 25, അതായത് 5 സ്ക്വയർ ഇറ്റ് ഈസ് 25. ഇവിടെ വരുമ്പോൾ 3 സ്ക്വയർ ഇറ്റ് ഈസ് 9. 1 സ്ക്വയർ സിൻസ് ഇറ്റ് ഈസ് സ്ക്വയറിങ് നമ്മൾ എന്ത് ഒഴിവാക്കുന്നു, അതിനകത്ത് നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല. നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് 64 കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും വൈ മൈനസ് വൈ ബാറിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. 5ന് സ്ക്വയർ ചെയ്തു, 4ന് സ്ക്വയർ ചെയ്തു, 2. അങ്ങനെ എല്ലാ വാല്യൂസും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 70. അതിൻ്റെ സമ്മാണ് 70. ഓക്കെ. ഇനി എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, വീണ്ടും -5 ഇൻറ്റു -5, അതാണ് 25, റൈറ്റ്. പോസിറ്റീവ് ആവും. പിന്നെ അതുപോലെ തന്നെ -3 ഇൻറ്റു -4 ഇറ്റ് ഈസ് 12, എഗെയിൻ പോസിറ്റീവ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതിൻ്റെ ടോട്ടലാണ് 65, റൈറ്റ്. സോ ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ നേരത്തെ ഞാൻ ഫോമുല എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്, R = സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് root of sigma x minus x bar square into, okay, so ഒന്നുകൂടി എഴുതാം, ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായതാണ്. സോ അവർ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഫോമുല കേട്ടോ, y മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ഇവിടെയാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് പോയത് അല്ലേ. സോ സിഗ്മ x minus x bar square into root of sigma y minus y bar square, right. എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ഇവിടെ 65, റൈറ്റ്. 65 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 64, right. 64 multiplied by y minus y bar square total പറയുന്നത് 70 ആണ്, right. So this will give us an answer of 0.97. അപ്പോൾ 0.97 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 1ന് അടുത്തേക്ക് ഒരു വാല്യൂ വരികയാണെങ്കിൽ അത് സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് പറയുന്നത്.
ഓക്കെ, ഇനി വണ്ണിന് ഏത് വണ്ണിനടുത്താണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയാൽ നമുക്ക് എന്തറിയാം, അതിൻ്റെ ഡയറക്ഷനും അറിയാൻ സാധിക്കും. ഇവിടെ +0.97 ആണ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ്. സോ വിത്ത് ദാറ്റ് we are actually concluding our Karl Pearson's coefficient of correlation. We'll come again with probable error, right? അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോബബിൾ എറർ എന്താണെന്ന് പഠിക്കാം, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ.